എന്തായാലും നനഞ്ഞതല്ലേ, നമുക്കിനി കുളിച്ചു തന്നെ കയറാം അല്ലേ? അപ്പം അപ്പം ആരംഭിക്കലാമാ ആടുപുറം? ഇനി കുറച്ചേരം എന്റെ തൊണ്ടയ്ക്ക് റെസ്റ്റ് തരൂ, നിങ്ങൾ സംസാരിക്കും. ആരംഭിക്കില്ല. ഞാൻ ജോയിൻ ചെയ്യണേ? അല്ല, അങ്ങ് തുടങ്ങിക്കോ, റാവൻ അങ്ങ് തുടങ്ങിക്കോ. ഞാൻ ക്ഷീണിതനാണ്. ആണല്ലേ, നന്നായി കേട്ടോ. എന്റെ തൊണ്ടയ്ക്കിട്ട് പണി തരണം. അപ്പം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ആ കുട്ടിയുടെ ആദ്യത്തെ ക്ലാരിഫിക്കേഷൻ? ഈരി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു? കാര്യം നല്ല ചോദ്യമാണ്, അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. ആ സിറ്റുവേഷനിൽ അഫക്റ്റഡ് എന്ന് പറയുന്നത് 2 വ്യക്തികളാണ്. ഇപ്പം ഡയന മാത്രം ബാൻ മാറ്റി കൊടുത്താലും അവന്മാർക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല, കീരി മാത്രം മാറ്റി കൊടുത്താലും ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം 2 പേരും മാറ്റിക്കൊടുത്താൽ മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോ പിന്നെ ഡയനയുടെ ബാൻ മാറ്റാതെ, ഡയന മാറ്റാൻ പറയാതെ എങ്ങനെയാണ് അവരുടെ ബാൻ മാറിയത് എന്നുള്ള സംശയമാണെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, പക്ഷെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വിചാരിക്കുക 10 മണിക്കാണ് ട്രെയിൻ എന്ന് കരുതുക. ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ട്രെയിൻ ആ ഒരു സ്റ്റേഷനിൽ 2 അല്ലെങ്കിൽ 3 പോട്ടെ ഒരു 5 മിനിറ്റ് ആയിരിക്കും മാക്സിമം കിടക്കുന്നത്. ആ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിന്റെ പാട്ടിന് പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ 2 അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ട്രെയിനിൻ്റെ അകത്ത് കയറുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ട്രെയിൻ പോയി, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് യാത്രയായി. ഇനി അടുത്ത ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ നമുക്കതിൽ യാത്രയാവാം. അതായത് ഇനി കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, എടീ സെർവർ സൈഡിൽ നിന്ന് നമുക്ക് ഇത്, നിങ്ങൾ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇന്നലെ പൊട്ടിമുളച്ച റൂളാണ് ഇതെന്നുള്ളത്. മനസ്സിലായി? ഇന്നലെ അല്ല പൊട്ടിമുളച്ചത്. ഈ ഒരു സംഭവം സെർവറിൽ കുറെ നാളായിട്ട് ഫോളോ ചെയ്ത് വരികയാണ്. മനസ്സിലായോ? അതായത് 2 പേഴ്സൺസ് ഇവിടെ സെർവർ സൈഡിൽ നമുക്ക് ഒരാളുടെ സൈഡ് മാത്രം നോക്കിയാൽ പറ്റില്ല, 2 പേരുടെ സൈഡും നമുക്ക് നോക്കണം. ഇവിടെ ഒരാൾ തെറ്റ് ചെയ്തു, ഓക്കെ, മറ്റേ ആൾക്ക് അഫക്റ്റഡ് ആയി, നമ്മൾ അഫക്റ്റഡ് ആൾക്കാർക്ക് വേണ്ടി ആക്ഷൻ എടുത്തു എങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വ്യക്തിയോട് സംസാരിച്ച് അതൊന്നെങ്കിൽ സംസാരിച്ച് സോൾവ് ആക്കാനോ അല്ലെങ്കിൽ സംസാരിച്ച് ക്ഷമ പറയാനോ ഉള്ള ഒരു അവസരം. കാരണം ഇപ്പം എന്നെ ആരെങ്കിലും എന്തെങ്കിലും കുടുംബത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല, ഞാൻ റിയാക്ട് ചെയ്യും, ഞാൻ നല്ല വേഴ്സ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കാറില്ല. ഇതൊരു കോമൺ ഗ്രൗണ്ടാണ്. മനസ്സിലായോ? അത് മനസ്സിലാവും. പക്ഷേ മറ്റേ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കണം എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉത്തരവാദിത്വമാണ്. പറഞ്ഞ മനസ്സിലാണ്ടോ? സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സെർവർ നടുക്ക് നിന്നിട്ട് ഒരു കോമൺ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ഇന്നലെയും ഇന്നും ഒന്ന് ചെയ്തെന്ന് തുടങ്ങിയ സംഭവമല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. SRRA TV സിറ്റുവേഷൻ, ഈഗിൾ വേഴ്സസ് ട്യൂബ്. SRRA TV അല്ല, SRRA ബെല്ലാരിക്കകത്ത് ഈഗിളിന്റെ പേര്. ബെല്ലാരി സിറ്റുവേഷനിൽ ഈഗിളിന്റെ അച്ഛന്റെ പേര് വന്നൊരു കേസിൽ ഇതേ സെയിം സിനാരിയോ വന്നു. ട്യൂബ് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഇൻഡെഫിനിറ്റ് ബാൻ അടിച്ചു. പക്ഷെ ട്യൂബിന് SRRAയ്ക്കും സംസാരിക്കാനുള്ള ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് ഈഗിളിന്റെ ടൈം നമ്മൾ VC വിളിപ്പിച്ച് വരുത്തിച്ച് സംസാരിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. സ്ക്രീനോട് ചെറിയായിരുന്നു, എനിക്കൂടെ കാണിക്കായിരുന്നു. ഒരു സെക്കൻഡ് ആണ് ഡൗൺലോഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്നലെയാണ് ഇത് സംഭവം പൊട്ടിമുളച്ചതെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആണ്. ഇന്നലെ ഉള്ള സംഭവമല്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വിശ്വാസം വരണമെന്നില്ല, അല്ലെങ്കിൽ വിശ്വാസം തോന്നണമെന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്ന് മാറ്റിയിട്ടോട്ടെ. നോട്ട് നൗ, കണ്ടിന്യൂ, ആഡ് ഗെയിമിംഗ്, ഷെയർ സ്ക്രീൻ. കാണുന്നുണ്ടോ ആട് ബ്രോ? കാണുന്നുണ്ടോ? ഡൗൺലോഡ്സ്. ഈ സ്ക്രീൻഷോട്ട് ഒരു ഗ്യാങ്ങിന്റെ അകത്തുള്ളൊരു സംഭവമാണ്. റീസെന്റ്, അതായത് ഞാൻ ചെയ്യാം. ഞാൻ എന്റെ ക്യാമറ മാറ്റാൻ പോവാ. ഓക്കെ, കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയെന്നും നമുക്കറിയത്തില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കണ്ടോളൂ.
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു സംഭവമല്ല. ഈ ഒരു സംഭവം നമ്മൾ കുറേ നാളായിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരു ക്രൈറ്റീരിയ ആണ്. ഇത് വൺ ഓഫ് ദ സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനെ കുറേ തപ്പിപ്പോയാൽ കുറേ കാണുമായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ? ഡിലേ എന്തെങ്കിലും ഉണ്ടോ? കാണുന്നുണ്ടോടാ? കാണാനും പറ്റും, വായിക്കാനും പറ്റും. വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു സിനാരിയോയിൽ ഇവർ ഈ പറയുന്നത് പോലെ മെയ് 2-ാം തീയതി ആണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ അവർ മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. സർവർ സൈഡിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ നോക്കി, നടന്നില്ല. അപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ 14K വേഴ്സസ് TPI സിറ്റുവേഷനിൽ നമ്മുടെ സൈഡിൽ 4 പേർക്ക് പെർമനന്റ് ബാൻ കിട്ടിയിരുന്നു. 14K കമാരൻ നമ്പ്യാർ എന്ന ബാൻ റേസ് ചെയ്തത് പുള്ളി പറഞ്ഞ ബാൻ മാറ്റാമെന്ന് അഡ്മിൻ സൈഡ് പറഞ്ഞായിരുന്നു. ബട്ട് സ്റ്റിൽ ടുഡേ കമാരൻ കോൺടാക്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാൻ നോക്കുമ്പോൾ പുള്ളി നോ റിപ്ലൈ ആണ്. സോ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളിയോട് ഒരു മീറ്റിംഗ് വെച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആക്കണം. ബട്ട് പുള്ളി നോ റിപ്ലൈ ആണ്. അഡ്മിൻ സൈഡ് പുള്ളിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരുമ്പോൾ മീറ്റിംഗ് വെച്ച് സംസാരിക്കാൻ ബെറ്റർ ആണ്, പ്ലീസ് റിപ്ലൈ. ഇത് അവർ റേസ് ചെയ്തൊരു സംഭവമാണ്. ഇത് ആദ്യമേ VC വന്നാണ് സംസാരിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് മീറ്റിംഗ് അറേഞ്ച് തരാം. അതാണ് ഇവിടെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നലെ ബ്രാവോ ബ്രോ പറഞ്ഞായിരുന്നു കാമാരനെ വിളിച്ച് മീറ്റിംഗ് വെക്കാം. സോ റിമൈൻഡർ പോലെ ഇട്ടതാണ് മെസ്സേജ് ബ്രോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരാൾ എഫക്റ്റഡ് ആക്കി നമ്മൾ ബാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിന് റെസ്പോണ്ട് ചെയ്യാതിരുന്ന അവർക്ക് നമ്മൾ എന്താ മെസ്സേജ് ഇട്ടത് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അതിന്റെ ഡേറ്റ് ഒന്ന് നോക്കിയേക്കണം. ഇനി ബാക്ക് അടിച്ചു വല്ലതും കണ്ടാൽ മതി. വീണ്ടും എടുക്കാനൊന്നും വയ്യ. ഇത് ഏതായിരുന്നു ഞാൻ എടുത്തെന്ന് ഓർമ്മയില്ലല്ലോ. കാണുന്നുണ്ടോ? ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതേ ഡേറ്റിൽ മെയ് 2-ാം തീയതി തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് മെൻഷൻ ദ ടൈം വെൻ യു ആർ അവൈലബിൾ able to free to talk to meeting with the TPA about indefinite ban ചാപ്പി എക്സ്കേമർ എന്ന് പറഞ്ഞ് അവരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് റിപ്ലൈ തരുന്നില്ല. മെയ് 2-ന് ഇട്ടതാണ്. മെയ് 3-ന് നമ്മൾ അടുത്തൊരു മെസ്സേജ് ഇടുന്നുണ്ട്. റിപ്പോർട്ട് VC ആൻഡ് സ്പീക്ക് ടു മാനേജ്മെന്റ് ഓർ എൽസ് ആക്ഷൻ വിൽ ബി റിവോക്ഡ്. ഓക്കെ, ഇത് മെയ് 3-നാണ്. ഈ സംഭവം നടക്കുന്നത് മെയ് 10-ാം തീയതിയാണ്. നിങ്ങൾ ഈ പറയുന്ന പുതിയൊരു സംഭവം. സോ ഇത് പുതിയൊരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തതല്ല. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ മേ ബി ഏതെങ്കിലും ഒരു ഐ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം റെഡി ആവുമായിരിക്കും. കണ്ണിന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തിനാണ് ഇനി വിളിപ്പിച്ചത് എന്നൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ മൈക്കി എന്ന് പറയുന്നൊരു പ്ലെയർ ഇവിടെ നമ്മൾക്ക് അപ്പീൽ ചെയ്തിരുന്നു. ഈ പറയുന്നത് പോലെ ആ സിനാരിയോയിൽ ആ ഒരു വ്യക്തി ഈ ഒരു കുട്ടീനെ ഒരക്ഷരം പോലും പറയുന്നില്ല. പിന്നെ എന്തിനാണ് ആ ഒരു വ്യക്തിക്ക് ബാൻ? അവന് പഠിച്ചിരുന്നത് ദുബായിൽ എവിടെയായിരുന്നു. അപ്പോഴത്തേക്ക് അവന് അവിടെ വാർസിനാരി ആയിരുന്നു ഇതിവിടെ നമ്മൾ ബാൻ അടിച്ച സമയത്ത്. അതുകൊണ്ട് അവന് വരാനോ സംസാരിക്കാനോ പറ്റിയില്ല. അവരിപ്പോഴാണ് ഫ്രീ ആയത്. ഫ്രീ ആയപ്പോഴത്തേക്ക് അവർ ഈ കാര്യം നമ്മളോട് ചോദിച്ചു. നമ്മൾ ആ POV വെരിഫൈ ചെയ്തപ്പം ശരിയാണ്, മൈക്കി എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഈ കുട്ടീനെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ ലൈവ് നമ്മൾ നോക്കിയ സമയത്ത് മൈക്കി എന്നെ അത് പറഞ്ഞു, മൈക്കി എന്നെ ഇത് പറഞ്ഞു എന്ന് ആ കുട്ടി വ്യക്തമായി പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പം ഈ കുട്ടി ആ വീഡിയോ കണ്ടിട്ടാണോ FRP റേസ് ചെയ്തത്? അതോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ FRP റേസ് ചെയ്തത്? അല്ലേ? ഞാൻ തന്നെ കൺഫ്യൂസ് ആയിപ്പോയി കുറച്ചു നേരം. മൈക്ക് ഒന്നും പറഞ്ഞില്ല, പക്ഷെ മൈക്ക് തന്നെ അത് പറഞ്ഞു ആ കുട്ടി പറയുന്നുണ്ട്. അതെങ്ങനെ? ഞങ്ങൾ ആ POV വെരിഫൈ ചെയ്തു, ഞങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ കുട്ടി കണ്ട POVയിൽ മൈക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ട POVയുടെ കുട്ടി കണ്ട POVയുടെ വ്യത്യാസമാണോ? ചിലപ്പോൾ ആയിരിക്കും. POV ആരെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ, അതെന്തേലും ആവട്ടെ. ചിലപ്പം കുട്ടി കണ്ടതിൻ്റെയോ അല്ലെങ്കിൽ കേട്ട് അതിൻ്റെയോ മിസ്റ്റേക്ക് ആയിരിക്കും. അതിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ചിലപ്പം പറഞ്ഞത് മുഴുവനായിട്ട് പറഞ്ഞതിൽ പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ, കല്ലി. ഓക്കെ, സോ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ നമ്മൾ വിളിപ്പിച്ചത്. അതിൻ്റെ പ്രൂഫ് ഓൾറെഡി നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു നിങ്ങളെ എന്നാണ് എൻ്റെ വിശ്വാസം. ആടുബ്രോയുടെ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തൊരു ആടുബ്രോയുടെ ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ വ്യക്തമായി ആ കുട്ടീനെ വിളിച്ച ഡേറ്റ്, അതായത് 10-ാം തീയതി ആ കുട്ടിക്ക് നമ്മൾ എക്സ്നാഡിസിന്റെ ഡിസ്കോഡ് ബോട്ട് ത്രൂ മെസ്സേജ് അയച്ചായിരുന്നു. എടാ ഡെവിളെ, എനിക്ക് ബോട്ട് ത്രൂ ഒരു മെസ്സേജ് അയച്ചു.
എക്സ്ലാൻഡിസ് ബോട്ട് ത്രൂ എനിക്കൊരു മെസ്സേജ് അയച്ചു. എടാ തൊണ്ട വയ്യടാ, ഒന്ന് ക്ഷമിക്കടാ പ്ലീസ്. തൊണ്ട വയ്യാത്തണ്ടല്ലേ? നീ ഫാസ്റ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്ത് ജനശതാബ്ദിയോ അല്ലെങ്കിൽ വന്ദേഭാരതോ ഈടി പറയാൻ? ആ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതും കാണിച്ചു തരാം, ഒന്നും പറയണ്ട, എല്ലാം കാണിച്ചു തരാം. അതൊന്ന് DM അയച്ചടാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എക്സ്ലാൻഡിസ് ബോട്ട് DM അയച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കണ്ടോ, എക്സ്ലാൻഡിസ് സിറ്റി എന്ന് പറഞ്ഞ് നിങ്ങളുടെ DM-ൽ വരും. ഡിസ്കോഡിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. മനസ്സിലായോ? സോ ഈ ഒരു സംഭവം എന്തായാലും DM-ൽ ചെന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡെവിളിന്റെ വക സെപ്പറേറ്റ് ആയിട്ട് ഒരു മെസ്സേജ് കൂടെ കുട്ടിക്ക് പോയിട്ടുണ്ടെന്നാണ് ഡെവിള് പറഞ്ഞത്. അത് 12-ാം തീയതി മെയ് 12 എന്ന് പറയുന്ന ഡേറ്റിലാണ് നമ്മൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, മെയ് 12 എന്ന് പറഞ്ഞ ഡേറ്റിൽ നമ്മൾ ഡേറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ സർവർ സൈഡിൽ നിന്നും വിളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ട ഉത്തരവാദിത്വം ആ കുട്ടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രെയിൻ സ്റ്റേഷനിൽ കിടക്കുന്ന 2 അല്ലെങ്കിൽ 5 മിനിറ്റ് ആ ട്രെയിനിൽ കയറണം എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് യാത്ര ചെയ്യേണ്ടവർക്കായിരിക്കണം. മനസ്സിലായോ? അല്ലാതെ ട്രെയിനിന്റെ ഉത്തരവാദിത്വം അല്ല അതിൽ ആൾക്കാർ കയറിയോ എന്ന് നോക്കേണ്ടതും അല്ലെങ്കിൽ ആൾ കയറുന്നിടം വരെ കാത്തിരിക്കേണ്ടതും. നമ്മൾ എന്നിട്ടും 24 മണിക്കൂറാണ് നോർമൽ. 24 നോർമൽ പ്രൊസീജിയറിൽ ഈ 24 hours ആണ് സർവർ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു സമയം. ആ 24 hours എക്സീഡ് ചെയ്ത് 72 hours വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആ കുട്ടി വന്നില്ല ആസ് പെർ അവർ റൂൾ. ഓക്കെ, വീണ്ടും പറയുന്നു, ആസ് പെർ അവർ റൂൾ, അതായത് എക്സ്ലാൻഡിസിന്റെ നിയമപ്രകാരം നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച സ്ക്രീൻഷോട്ടിൽ എന്തായിരുന്നു ഇട്ടിരുന്നത്? ഇവിടെ വന്ന് സംസാരിക്കാത്ത പക്ഷം ആക്ഷൻസ് റിവോക്ക് ആകും. സോ അവരുടെ അപ്പം ഈ പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയനയുടെ ആക്ഷൻസ്, ഡയന കാരണം അവർക്കുണ്ടായ ആക്ഷൻസ് ഓട്ടോമാറ്റിക് റിവോക്കായി. മനസ്സിലായോ? അപ്പം പക്ഷെ അപ്പോഴും അവർക്ക് ഇവിടെ സർവറിൽ കളിക്കാൻ പറ്റില്ല. കാരണം അവിടെ അഫക്റ്റഡ് 2 ആൾക്കാരാണ്. ഒന്ന് കീരിയും കൂടെ ഉണ്ട്. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ കിക്ക് പോയിന്റ്സ് ബ്രോ. അപ്പം രണ്ടാമത് കീരിയുണ്ട്. സോ ഈ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു സോറി, അവർക്ക് ആക്ഷൻ ഗിഫ്റ്റ് ആയാലും നമുക്ക് പറ്റത്തില്ല, നമുക്ക് നിങ്ങളിവിടെ കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം കീരി എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ അഫക്റ്റഡ് ആണ്. സോ അവൻ്റെയും കൂടെ കൺസെന്റ് ഇല്ലാതെ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കീരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൺസെന്റ് അവരവിടെ പോയി ചോദിച്ച് അവനോട് സംസാരിച്ച് അവനാണ് സർവറിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞത് ഈ പറയുന്ന ആൾക്കാർ എന്നോട് സംസാരിച്ചിരുന്നു, അവർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തോളൂ, അവന് കുഴപ്പമില്ല. സോ ഡയന വരാത്തത് കൊണ്ട് ഡയനയുടെ സൈഡിലുള്ളത് ക്ലിയറായി, കീരിയോട് അവർ സംസാരിച്ചതുകൊണ്ട് കീരിയുടെ സൈഡ് ക്ലിയറായി. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഗേറ്റും തുറക്കാതെ അവർക്ക് സർവറിലോട്ട് കയറാൻ പറ്റത്തില്ല. ഡയന വരാത്തത് കൊണ്ടാണ് ഡയനയുടെ സൈഡ് ക്ലിയർ ആയത്. കീരിയുടെ അവർ സംസാരിച്ചുകൊണ്ട് ക്ലിയർ ആയത് കൊണ്ടാണ് അവർ സർവർ കയറിയത്. കാരണം ആ ഒരു സിനാരിയോയിൽ ഒരു സെക്കൻഡ് ഹലോ അപ്പാപ്പ കേക്കാവോ? കീരിയുടെ കൺസെന്റ് വാങ്ങേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഡയനയുടെ സൈഡ് ക്ലിയർ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കീരിയുടെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ബാൻ കിട്ടിയ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ബാൻ ഇപ്പോഴും ലിഫ്റ്റ് ആവാത്തത്. മനസ്സിലായോ? അല്ലാതെ ഡയനയ്ക്ക് വേണ്ടി കീരി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് കൺസെന്റ് തന്നതല്ല. അതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ ആർക്കെങ്കിലും. വിവേക് ബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹായ് എപി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഫോർ 500 കിക്ക് പോയിന്റ്സ് ബ്രോ. താങ്ക് യു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഏതായിരുന്നു? അല്ല പ്രേരണ. ഓ വേണ്ടാണ് ബ്രോ, നമ്മള് പലരുടെയും പ്രേരണ കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വരുന്നത് എന്നുള്ള സംഭവം നമ്മൾ അറിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഈ പുതിയ റൂള് മാറിയെന്ന് തന്നെ പറയുന്നതെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഈ പുതിയ റൂള് മാറിയത് തന്നെ ഉപകാരപ്പെട്ടിരിക്കുന്നത്
ചിലപ്പോൾ ഒരു ചില ആൾക്കാർക്കായിരിക്കും. കാരണം ഇതുകൊണ്ട് ആ ഒരു ചില ആൾക്കാരെയാണ് ആൾക്കാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഈ പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. MRC എന്ന് പറയുന്നൊരു ഗ്യാങ്ങിനെയാണ് ഈ ഒരു റൂൾ വെച്ചിട്ട് ആൾക്കാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. MRC എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിനെയാണ് ആൾക്കാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു റൂള് വരുമ്പം അവിടെ ഏറ്റവും കൂടുതൽ അത് എന്താ പറയുക, അതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നതും ആ ഒരു ഗ്യാങ് തന്നെ ആയിരിക്കും. അല്ലേ? സിമ്പിൾ ഒരു എക്സാമ്പിൾ വേറെ വരാം. കാരണം ഈ കുട്ടി തന്നെ ഇന്ന് കുറച്ച് മുന്നേ വീശി വന്നപ്പോ എന്തോടെ വില പറഞ്ഞെന്ന് പറഞ്ഞേ? ഈ ഇപ്പൊ കറന്റ് ആ റൂള് പ്രാബല്യത്തിൽ വന്ന എന്താ FRP വലിക്കാൻ എന്താന്ന് FRP വലിക്കാൻ ഉണ്ടെന്നല്ലേ? ആ. അതിന്റെ വീഡിയോ ഞാൻ എന്തോ കണ്ടായിരുന്നു. ഈ പറയുന്ന MRC എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൽ ഒരു മെമ്പർ ആ കുട്ടീനെ പറ്റി വേറൊരുത്തിന് അയച്ച മെസ്സേജാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ രണ്ടാമത് ഈ റൂൾ നമ്മൾ പോസ്റ്റ് ചെയ്തത് കൊണ്ട് ഗുണമായത് ആർക്കാണ്? ഇത് നിങ്ങൾ പറ. നമ്മൾ ഈ റൂള് റിവേർട്ട് ചെയ്യണോ? റിവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണം? ഇത് നമ്മൾ റിവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ഷൻസ് റിവേർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം ഈ പറയുന്ന ബിലാല്, ഈ പറയുന്ന എന്താണ് DNL, ഈ പറയുന്ന വേറെ ആരെങ്കിലും, ഇവരുടെയൊക്കെ ബാൻ വന്ന സമയത്ത് ഞാനത് ഞാനാണ് അഫക്റ്റഡ് ആയത്. എനിക്ക് കുഴപ്പമില്ല. എല്ലാവരും എന്നെ പോലെ ചെയ്യണമെന്നില്ല. ഉണ്ടോ? അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് ഈ പറയുന്നത് ഇത് മാത്രമല്ല. നിങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് MRCനെ എക്സ്ലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, KVA മാത്രമേ. കേൾക്കുന്നില്ലേ? MRCനെ എക്സ്ലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, KVA TVനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി നമ്മളിപ്പോ ഇട്ടിരുന്ന റൂള് പോലും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് MRCക്കാണ്. മനസ്സിലായോ? ഇന്ന് തന്നെ ആ കുട്ടി തന്നെ വന്ന് ഇവിടെ ഒന്ന് ചോദിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, FRP വലിക്കാൻ പറ്റുമോ, ആ റൂള് പ്രാബല്യത്തിലായോ? നമ്മൾ പറഞ്ഞു പ്രാബല്യത്തിലായി, അതിലെന്തായാലും നമ്മൾ FRP നോക്കത്തില്ല, നടക്കത്തില്ലെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഗ്യാങ്ങിലൊരു മെമ്പർ ഇപ്പൊ വീണ്ടും ഇതേ ബാൻ വാങ്ങി വെളിയിരുന്നേനെ. പിന്നെ സെയിം സിനാരിയോ തന്നെ വേറെ ഉണ്ട്. MRCയിലെ ആ ചെക്കൻ്റെ പേരെന്തായിരുന്നു ബ്രോ? ആ ചെക്കൻ്റെ പേരെന്തായിരുന്നു ബ്രോ? ഏതാ? MRCയിൽ ഈ അടുത്ത് നമ്മള് മറ്റേ ഏജ് വെരിഫിക്കേഷൻ മിന്നലോ? MRC മിന്നല്. ഓക്കെ, മിന്നലിന്റെ കേസ്, ആ ചെറുക്കന്റെ ഭാവി സ്പോയിൽ ചെയ്യണ്ട, ആ ചെറുക്കന് MRC കയറുമ്പോൾ ഒരു ഫ്യൂച്ചർ ഉള്ളതല്ലേ എന്ന് കരുതിയിട്ടാണ് സർവർ 17 എന്ന് പറയുന്ന ഏജ് 16 മാറ്റിയാലോ എന്ന് പോലും ചിന്തിച്ച് നമ്മൾ പോൾ ഇട്ടത്. മനസ്സിലായോ? നമുക്കിപ്പോ MRCനെ സപ്പോർട്ട് ചെയ്യണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂളിൽ കടിച്ചു തൂങ്ങി കിടന്നാ പോരെ? നമ്മളത് ചിന്തിക്കേണ്ട പോലും ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടോ? 10 മണിക്കാണ് ടർഫ്. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. MRC എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിനെ കൺസിഡർ ചെയ്തിട്ടാണ് മിന്നൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏജ് 16 എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ 16 ഏജുള്ള എല്ലാവർക്കും ക്ഷമിച്ചിട്ട് ഈ പറയുന്ന ഗ്യാങ്ങിന്റെ മിനിമം ഏജ് റിക്വയർമെന്റ് 16 ആക്കിയിട്ട് പേരന്റ് കൺസെന്റ് എടുക്കാം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചു വെച്ചിരുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാങ്ങിൽ കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. കാരണം നമ്മൾ ഇതിനു വേണ്ടി ഒരു പോൾ ഇട്ടു. ഇനി അത് വിശ്വാസമില്ലേ? കാണിച്ചു തരാം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അതും കാണിച്ചു തരാം. അതിന്റെ പോളിന്റെ ഇത് ഇവിടെ കിടപ്പുണ്ടാവും. അനൗൺസ്മെന്റ് കിടപ്പില്ലേ? ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, കാണിച്ചു തരാം. ഗ്യാങ് അനൗൺസ്മെന്റിൽ ഫ്രൈഡേ സാറ്റർഡേ ടർഫിന്റെ ഈ ഡേറ്റ് ഇത് തന്നെയല്ലേ? നോക്ക്, ഈ ഡേറ്റ് കൂടെ നോക്കിക്കോ നിങ്ങള്. ഏപ്രിൽ 29. മനസ്സിലായോ? ഇത് ഏപ്രിൽ 29 സർവർ സൈഡിൽ നിന്ന് ഈ ഏജിന്റെ കാര്യം ചോദിച്ച് ഇട്ടപ്പോഴാണ്. വെറും 52% ആയതുകൊണ്ട് പോളിടാനുള്ള കാരണം കൂടെ പറയുക. അതായത് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു മാനേജ്മെന്റിൽ. അതായത് 16 വയസ്സുള്ളവരെ കളിപ്പിക്കണമെന്നും 16 വയസ്സുള്ളവരെ കളിപ്പിക്കേണ്ടെന്നും 2 അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോളിലോട്ട് തന്നെ പോയത്. വീണ്ടും ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, ഇനി വീണ്ടും ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ എല്ലാരും പറയുന്നു സർവറും അഡ്മിൻസിനും MRCനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സർവറും അഡ്മിൻസും തന്നെയാണ്
ടിവിയെ MRC ആയിട്ട് ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ എടുത്തപ്പം അത് അൺവാണ്ടഡ് ആണെന്ന് പറയുകയും ആ പ്ലേയേഴ്സിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ച് സിറ്റുവേഷൻ എൻ്റെ ആക്കിപ്പിച്ചത്. അപ്പൊ അന്ന് ഈ പറയുന്ന എക്സ്നാൻഡീസും അഡ്മിൻസും MRCനെ ഫേവർ ചെയ്തതാണോ? അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങളുടെ ഗ്യാങ് ഹൗസ് അല്ല മറ്റേ വേറെ വണ്ടിയുടെ റിവ്യൂലോ എന്തോ നടക്കുന്ന സമയത്ത് KV ഒരു ഹോസ്റ്റ് എടുത്ത സമയത്ത് അന്നും ഈ അഡ്മിൻസ് തന്നെയാണ് അവിടെ ഇറങ്ങി ഈ പറയുന്നത് പോലെ അവിടെ ഇപ്പൊ അവരുടെ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ വേറൊരു ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് സർവറിലെ അഡ്മിൻസ് MRCക്ക് വേണ്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സിനാരിയോസ് ഉണ്ട്, മനസ്സിലായോ? ഇവിടെ സർവറിലെ അഡ്മിൻസും ആൾക്കാരും നിൽക്കുന്നത് ആരെയും ടാർഗറ്റ് ചെയ്യാനല്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് തന്നെ പറയും. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് തന്നെ പറയും. അതിൽ നമുക്ക് ആരെയും പേടിയില്ല. അത് ഏത് ഗ്യാങ് ആയാലും നമുക്ക് പേടിയില്ല. വെദർ TVA, KVA, TG or MRC, സർവർ സൈഡിൽ നിന്ന് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും, ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറയും. മനസ്സിലായോ? നമുക്കതിൽ ആരെയും പേടിയില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെ. പിന്നെ വേറൊരു സിനാരിയോ കേട്ടായിരുന്നു. MRC KVA FRPക്ക് MRCക്കാണ് ആദ്യമേ ആക്ഷൻ വന്നത്. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലോഡ് FRP ടിക്കറ്റ്സ് വരുന്നുണ്ട്. എല്ലാ FRP ടിക്കറ്റും ഒരു വ്യക്തിയല്ല നോക്കുന്നത്. അല്ല അപ്പൊ അതിനകത്തൊരു സാധനം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്തുവാ? MRC KVA ടിക്കറ്റിനകത്ത് MRCക്ക് ആക്ഷൻ വന്നു. കാരണം MRC വലിച്ച ടിക്കറ്റ് ഇൻവാലിഡ് ആയിപ്പോയി. ഇൻവാലിഡ് ആയിപ്പോയി സമയത്ത് POVയും കാര്യങ്ങളും ഒന്നും ഇടാത്തോണ്ട് ടിക്കറ്റ് റിജക്ട് ആയിപ്പോയി. അതുകൊണ്ടാണ് KVAയുടെ ടിക്കറ്റ് വാലിഡ് ആയിരുന്നോണ്ട് KVAയുടെ ടിക്കറ്റിൽ ആക്ഷൻ വന്നു, MRCയുടെ ടിക്കറ്റിൽ ആക്ഷൻ വന്നില്ല. അതുകൊണ്ടായിരുന്നോ? അതുകൊണ്ടാണ്, അല്ലാതെ MRC KVA സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ആ ഒരു സംശയം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇവിടെ എനിക്ക് ടിക്കറ്റ് തോന്നുന്നു സിദാനെക്സോ പുള്ളി എന്താണ് ടിക്കറ്റ് വലിച്ചത്. അതിനകത്ത് POVക്ക് ടൈം ചോദിച്ചു. നമ്മള് അന്ന് ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് 1 മണി വരെ സമയം കൊടുത്തു, ഗ്യാങ്ങിനെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. POV അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ ടിക്കറ്റ് റിജക്ട് ആക്കി കിട്ടും. ക്ലോസ് ചെയ്ത ടിക്കറ്റ് ഇപ്പോഴും പെൻഡിങ്ങിലുണ്ടോ? ഇല്ല, അത് അന്നേ ക്ലോസ് ചെയ്ത് വിട്ടു. ഓക്കെ. അപ്പൊ ഗൈസ് ഇപ്പൊ മനസ്സിലായി, ഇവിടെ സെർവറിൽ FRP റേസ് ചെയ്യുന്നതിന്റെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഓക്കെ. ഇവിടെ FRP റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്താണ് സിറ്റുവേഷൻ, വേണ്ട അതും കാണിച്ചു തരാം. ഇനി പറയണ്ട, ഒന്നും പറയണ്ട, FRP കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്തേക്കണേ. സ്ക്രീൻ ഷെയർ പോയായിരുന്നല്ലേ? ഈ FRP ഒരു കാര്യമില്ല. ഇതേപോലെ അല്ല ബ്രാവോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരോട് ഇങ്ങനെ ഡീസന്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം അങ്ങ് പറയണ്ട, ഈ ബുദ്ധിയില്ലാത്തമാർക്ക് ബുദ്ധിയില്ലാന്ന് തന്നെ വിചാരിക്കണം നമ്മൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ തോന്നി. ഇമാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടെങ്കിലേ ബ്രാവോ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ ബ്രാവോ. അതായത് അവരുടെ ആൾക്കാർക്ക് നടക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് നടന്നാൽ കുഴപ്പമില്ല. അവരുടെ ആൾക്കാർക്ക് അത് എപ്പോഴും നമ്മൾ അവരെ ഫേവർ ചെയ്ത് നിൽക്കുന്ന രീതി, അത് നമുക്ക് പറ്റുന്ന കാര്യമില്ല. തെറ്റെങ്കിൽ തെറ്റെന്ന് പറയും, ശരിയെങ്കിൽ ശരിയെന്ന് പറയും. നിങ്ങളിപ്പം പ്രൂവ് ചെയ്ത് കൊടുത്താല് അടുത്ത ചോദിക്കും, അപ്പൊ ഇതെന്താ ഇങ്ങനെ? അതേ ചോദിക്കത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ മാറും. അതിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയോ മിണ്ടാണ്ട് പോയോ അതല്ല, അടുത്ത എഴുത്തോണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിന്റെ വേറൊരു കാര്യം, ഇത് നമ്മളെ കൂടെ മടുപ്പിക്കുവാണ്. അതായത് നമ്മള് മനുഷ്യത്വം വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വേറെ നടന്നോട്ടെ, നമുക്ക് ബുദ്ധിയില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടെന്നുള്ള രീതിയിലോട്ട് എത്തിച്ചോണ്ടിരിക്കുകയാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന നിങ്ങളുടെ ഷെയ്ക്കിനോടോ മാക്കിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് വ്യക്തമായി അവരെ വിളിപ്പിക്കും. ഷെയ്ക്കും മാക്കും പറഞ്ഞ ലൈവിൽ ഇരുന്ന് അവർ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അതിലാണ് പറയുന്നത് ബ്രോ. കഴിഞ്ഞ ആഴ്ച ഒരു സിറ്റുവേഷന് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടു. എനിക്ക് ആരുന്നായിരുന്നു മറ്റേ ഏതോ ഒരു സിറ്റുവേഷൻ. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവര് വന്നിട്ട് ഇങ്ങനെ പറയണം. അപ്പം ഇവരിങ്ങനെ പറയുന്നു, ഇതെന്താ ഇത് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, അതായത് ലീഡേഴ്സിനോടും കോ ലീഡേഴ്സിനോടും നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വിട്ടതാണ്. സോ അവരാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. നമ്മൾ സർവർ അല്ലല്ലോ ഈ പോലെ ഓഡിയൻസിനും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓഫീസറോ, അന്ന് മറ്റേ KVA ഒരു ഹോസ്റ്റ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ട് ഇവരുടെ ഇവന്റിന്റെ അന്ന് MRCയുടെ ഹെൽപ്പ് ഇടുന്നതിനെക്കാട്ടി മുമ്പേ ഞാൻ പോയി പറഞ്ഞു, അതായത് അവർ ഇവന്റ് ആണ് ബ്രോ. ഞാൻ കാസ്റ്റോടെ സംസാരിച്ചത്. അത് വേണമെങ്കിൽ മാക്കിനോട് ചോദിച്ചു നോക്ക്.
മാർക്കിനോട് ഇവര് പോയി ചോദിക്കട്ടെ, അല്ലെങ്കിൽ മാർക്ക് പറയട്ടെ. ഞാൻ നിങ്ങളോട് ഇത്രയും ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ടിട്ട് റാംബോന്റെ കേസ് അല്ല, റാംബോന്റെ ഒരു കേസ് തെരുവിളി ഒരു ബ്രാവോ ഗെയിമിംഗ് ഡയന കേസ് നോട്ട് കൺവേഴ്സിംഗ് ബ്രോ ഊമ്പിയ ഡിസിഷൻ സാരമില്ല ബ്രോ, നമ്മൾ സഹിച്ചു. ഓക്കെ, എനിക്കിത് എടുക്കുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ ഡൈനയ്ക്ക് എക്സ്പ്ലനേഷൻ ആവേണ്ടെങ്കിൽ ആദ്യം ബ്രോ ഇൻസ്റ്റേ പോയി സ്റ്റാറ്റസ് ഇടുകയല്ലേ ചെയ്യേണ്ടത്. എന്താ നടന്നെന്നുള്ളത് സെർവർ വന്ന് ചോദിക്കണം. അല്ലാതെ ഇൻസ്റ്റേ പോയി സ്റ്റാറ്റസ് ഇട്ട് സെർവറിന് വേണ്ടാത്ത നെഗറ്റീവ് ഉണ്ടാക്കി തരുമല്ലേ ചെയ്യേണ്ടത്. അവർക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്താണ് ചെയ്തതെന്നുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെർവർ എന്ന് ചോദിക്കണമായിരുന്നു. എന്തിനാ ചോദിക്കായിരുന്നേ? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇന്നലെ ലൈവും കഴിഞ്ഞിട്ടല്ലേ VC വന്നേ? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇന്നലെ ലൈവ് ഇരുന്ന് പറയുന്ന കേട്ടല്ലോ, അല്ലെങ്കിൽ ആർക്കോ ലൈവിൽ എന്ന് പറയുന്നില്ല. എനിക്കൊന്ന് ഡോക്ടറിന് മെസ്സേജ് അയച്ചാണ്. ആടുബ്രോയുടെ എന്റെ നമ്പർ ഉണ്ടല്ലോ, എനിക്ക് വിളിച്ചുകൂടെ. തിരിച്ച് ഞാനും ചോദിക്കുക, എന്റെ നമ്പർ ഡൈനയുടെ കയ്യിലുണ്ടല്ലോ, ഡൈനയ്ക്ക് വിളിച്ചു ചോദിച്ചിട്ട് കൂടായിരുന്നു എന്തുകൊണ്ട് ബാൻ മാറ്റിയെന്ന്. അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് VC വരണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പൊ ഉദ്ദേശമൊക്കെ നമ്മളും ചോറൊക്കെ തന്നെ ഉണ്ടെന്ന്. ഉദ്ദേശം എന്താ നമുക്ക് മനസ്സിലാവും. അപ്പാ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടതുപോലെ ഇവിടെ ഒന്ന് ചെയ്യണം. അല്ല ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടിക്കറ്റ് DM അയച്ചിട്ടുണ്ട്, അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തേക്ക്. അല്ല ബ്രാവോ, ഇതൂടെ ഒരു കാര്യം കൂടെ. ഡൈന ഇന്നൊരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ടോ? എന്തോ സ്റ്റാറ്റസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. Day 1 നോ റെസ്പോൺസ്, Day 2 വെയിറ്റിംഗോ അങ്ങനെ ഏതോ പറഞ്ഞിട്ടേക്കുന്നത്. ഇതുപോലെയല്ലേ നമ്മളും ഇരുന്നേ. നമ്മൾ മെസ്സേജ് അയച്ചിട്ട് Day 1 നോ റെസ്പോൺസ് അല്ലേ. അപ്പൊ നമുക്ക് Day 1 റെസ്പോൺസ് പറഞ്ഞാൽ ഇരുന്നാൽ മതിയോ? പിന്നെ ഇനിയിപ്പം ഇത് ഫാൽക്കണെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ ഡയലോഗ് അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും. ഇനി അലീന വന്ന് പറഞ്ഞാൽ പോലും ഫാൽക്കൺ ഇവിടെ കളിപ്പിക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ ഇപ്പം സർവർ സൈഡിൽ നിന്ന് നിങ്ങളുടെ ലീഡറോ കോ ലീഡറിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും സർവർ സൈഡിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്, ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ അവർ പറയട്ടെ. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ MRCനെ ടാർഗറ്റ് ചെയ്തില്ല. ഇപ്പോഴും പറയാം ഇവിടെ നിങ്ങൾ എത്രയൊക്കെ സർവറിനെ ഹെയ്റ്റ് ഉണ്ടാക്കിയാലും നിങ്ങൾ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരിക്കലും സർവർ സൈഡിൽ നിന്ന് ആരും MRCനെ ടാർഗറ്റ് ചെയ്യില്ല. പക്ഷേ സർവറിലെ വേറൊരു ഗ്യാങ് എന്നുള്ള രീതിയിൽ മാത്രമായി അവർ മാറും. മനസ്സിലായോ? അതായത് സർവറിൽ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ സർവറിൽ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ എന്നുള്ള ലെവലിലോട്ട് മാറും. മനസ്സിലായോ? വെറുതെ ആ ഒരു രീതിയിലോട്ട് ആക്കരുത്. മനസ്സിലായോ? കാരണം പലർക്കും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത് സ്ട്രീമേഴ്സ് ഉള്ള ഗ്യാങ്, സ്ട്രീം ചെയ്യുന്ന ഗ്യാങ്, അപ്പൊ അവർക്ക് അതിൻ്റെതായ കുറച്ച് കൺസിഡറേഷൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നില്ല, കൊടുക്കുന്നുണ്ട്. അത് കോമൺ ആണ്. അത് ഇതെന്നല്ല, ഏത് സർവറായാലും കൊടുക്കും. മനസ്സിലായോ? ഇനി നിങ്ങളുടെ ഉദ്ദേശം ഫാൽക്കണിന്റെ ബാൻ മാറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം, ഇനി അലീന വന്ന് പറഞ്ഞാലും അവന്റെ ബാൻ മാറ്റൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ ഈ സിമ്പിൾ ഈ അഫക്റ്റഡ് പാർട്ടീസ് ആണല്ലോ ഇവിടെ വന്നിട്ട് തല്ലുണ്ടാക്കേണ്ടത്. അവര് പോലും അതേപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അല്ല, ഇത് ഈ പറയുന്നത് ഡയനയുടെ അല്ല, ആരെങ്കിലും വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് കൊണ്ടിട്ടോ. ഡയന ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക്, ഡയനയ്ക്ക് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞ സമയത്ത് ഡയന VC വന്ന് ഞങ്ങളോട് സംസാരിക്കണം. എക്സ്ലാൻഡസിന്റെ VC വന്ന് മാനേജറിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് സംസാരിക്കേണ്ടതായിരുന്നു. ഡയന അത് ചെയ്യാതെ ഡയന നേരെ പോയി ലൈവ് ഇട്ടു. ലൈവിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉണ്ടാക്കേണ്ട ഹെയ്റ്റൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് VC വന്നിരിക്കുക എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. സോറി, നമുക്ക് അങ്ങനെ എക്സ്പ്ലനേഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ട് VCയിൽ. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ ഡയന VC വന്ന് ഇരുന്നപ്പോൾ ഡയനോട് സംസാരിക്കാൻ വരാത്തത് മനഃപൂർവ്വം തന്നെയാണ്. അതിന് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഞാൻ ആടുപുറം വെളിയിലായിരുന്നു, അത് വേറെ കാര്യം. ഞങ്ങൾ ഇപ്പോഴാണ് വന്നത്, ഡിസിഷൻ എടുത്തത് ഞങ്ങളാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അതൊരു റീസൺ. ബട്ട് വേറെ ആരും അവിടെ വന്ന് ഡയനോട് സംസാരിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം വളരെ സിമ്പിളാണ്. ഡയന എക്സ്പ്ലനേഷൻ ചോദിച്ചത് ലൈവിൽ. ഓക്കെ, ലൈവിലിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ച് ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട് VC വന്നിരുന്ന് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് വന്ന് VC ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡയനയ്ക്ക് വേണ്ട എക്സ്പ്ലനേഷൻ എല്ലാം ലൈവിൽ തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, A-to-Z ലൈവിൽ തന്നെ ഡയനയുടെ എന്തൊക്കെയാണോ ഡയനയ്ക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ലൈവ് പറഞ്ഞിട്ടുണ്ട്. സമയം പോരുന്നത് കാണുക, എന്നിട്ട്
എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. പിന്നെ ഡയന ചെയ്ത പരിപാടിക്ക് സർവർ ഡീഗ്രഡേഷൻ എന്നാ പറയുന്നത്. അതിന് മനസ്സിലായോ? അതിനിവിടെ ആക്ഷൻ പെർമനന്റ് ബാൻ ആണ്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല, ആ ആക്ഷൻ എടുക്കുന്നില്ല. കാരണം ഡയന ഒരു സ്ട്രീമറാണ്. ഓക്കെ, എല്ലാവരും ഇവിടെ സ്ട്രീം ചെയ്യുന്നത് എല്ലാം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങളുടെ വക ഒരു കൺസിഡറേഷൻ എന്ന് കരുതിക്കോ.